ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. മോൺസിഞ്ഞോർ CJ വർക്കി. മലബാറിന്റെ മടിത്തട്ടിൽ മറവിയുടെ മാറാല പിടിക്കാതെ എന്നും തിളങ്ങുന്ന നാമം. അനേകരെ ദൈവത്തിങ്കലേക്ക് കൈപിടിച്ചുയർത്തി അവർക്ക് നവജീവൻ നൽകി അനുഗ്രഹിച്ച പുണ്യശ്ലോകൻ. ഇന്നലകളിൽ ഇന്നിനെ കണ്ട ദീർഘദർശി. കാലത്തിന്റെ പ്രയാണത്തിൽ മാലാഖമാരൊത്ത് വാനമേഘങ്ങളിൽ ചേക്കേറുമ്പോൾ ഇവിടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട എല്ലാ സുവിശേഷ മുന്നേറ്റങ്ങൾക്കും പിറകിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും പിന്തുണയുമുണ്ടായിരിക്കും. 1962 സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ദിവസം വള്ളോപ്പള്ളി പിതാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിരുന്നു വിമലമേരി മിഷണറി സഹോദരിമാർ എന്ന പേരിൽ കുളത്തുവയലിൽ ആരംഭിച്ച മലബാറിന്റെ ഈ പ്രഥമ സന്യാസ സമൂഹം. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൽ പിറവി കൊണ്ടതായതിനാൽ തന്നെ ഇവരുടെ ഓരോ യാത്രയും മാതാവിന്റെ കരം പിടിച്ചായിരുന്നു. ഓരോ ചിന്തയും മാതാവിനോട് ചേർന്നതായിരുന്നു. വചനപ്രഘോഷണത്തിലൂടെയും കുടുംബ പ്രേക്ഷിതത്വത്തിലൂടെയും സഭാ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് MSMI സിസ്റ്റേഴ്സിന്റെ പ്രത്യേക വരം അഥവാ കാരിസം. ഇടവകയിലെ കുടുംബങ്ങൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് കുടുംബ നവീകരണത്തിന് ആവശ്യമാണെന്ന ബഹുമാനപ്പെട്ട വർക്കിയച്ചന്റെ ചിന്തയാണ് MSMI സന്യാസ സഭാ സ്ഥാപനത്തിന് നിദാനമായത്. 1964 ജൂലൈ 16 ആദ്യ ബാച്ചിലെ 17 പേർ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി സഭാവസ്ത്രം സ്വീകരിച്ചതോടെ ഒരു സന്യാസ സമൂഹത്തിന്റെ രൂപപൂർണത കൈവന്നു. അന്ന് തന്നെ വള്ളോപ്പള്ളി പിതാവിന്റെ അധ്യക്ഷതയിൽ പൊതുസംഘം ചേർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സിസ്റ്റർ മാർഗ്രറ്റ് മേരിയായിരുന്നു സുപ്പീരിയർ ജനറൽ. സ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സന്യാസ സഭയെ 1988 ഒക്ടോബർ 15 പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തി. സുവർണ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുമ്പോൾ മാതൃഭവനം ഉൾപ്പെടെ ഇന്ന് 134 ഭവനങ്ങൾ. 1991 മേരി മാതാ പ്രൊവിൻസ് കോഴിക്കോട്, സെന്റ് ജോസ് പ്രൊവിൻസ് തലശ്ശേരി എന്നിങ്ങനെ 2 പ്രൊവിൻസുകളായി തിരിഞ്ഞു. 2000 ആണ്ടിൽ മേരി മാതാ പ്രൊവിൻസിൽ നിന്ന് ബത്തേരി ക്രിസ്തുജ്യോതി പ്രൊവിൻസ് കൂടി രൂപം കൊണ്ടു. 2006 സെന്റ് ജോസിൽ നിന്ന് രൂപമെടുത്തതാണ് പാവനാത്മ മിഷൻ പ്രൊവിൻസ് വർധ. മേരിമാതാ പ്രൊവിൻസിന് റീജിയനായി 2009 ആന്ധ്രാപ്രദേശിലെ സെന്റ് ജോർജ് റീജിയൻ രൂപം കൊണ്ടതോടെ MSMI സമൂഹത്തിന് ഇന്ന് 4 പ്രൊവിൻസുകളും ഒരു റീജിയനും സ്വന്തമായി. ഇന്ന് ഈ സന്യാസിനി സഭയിൽ 785 സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇറ്റലി, ജർമ്മനി, USA തുടങ്ങിയ രാജ്യങ്ങളിലുമായി 35 രൂപതകളിൽ കുടുംബ പ്രേക്ഷിതത്വത്തിനും വചന പ്രഘോഷണത്തിനും ഊന്നൽ നൽകുന്ന വിവിധ ശുശ്രൂഷകളിൽ MSMI സിസ്റ്റേഴ്സ് വ്യാപൃതരാണ്. കുട്ടികൾക്ക് ധ്യാനം നടത്തുവാൻ സിസ്റ്റേഴ്സിന് സാധിക്കണം എന്നത് അച്ഛന്റെ ഒരു സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി MSMI സഹോദരിമാർ ഇന്ന് അനേകം ഇടവകകളിലും ധ്യാന കേന്ദ്രങ്ങളിലുമായി ക്രിസ്റ്റീൻ, ഏഞ്ചൽ ധ്യാനങ്ങളും വിശ്വാസ പരിശീലന ക്ലാസുകളും നടത്തിവരുന്നു. സ്ഥാപകനായ മോൺസിഞ്ഞോർ CJ വർക്കി അനന്യമായ ദൈവവിശ്വാസത്തിൻ്റെയും ദൈവാശ്രയത്വത്തിൻ്റെയും മാതൃകയാണ്. അദ്ദേഹം സ്ഥാപിച്ച MSMI സന്യാസ സമൂഹവും ഷാലോമിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. MSMI സന്യാസ സമൂഹത്തിൻ്റെ ആസ്ഥാനമായ
കുളത്തുവയൽ വിമലാലയം ശാലോമിൻ്റെയും അമ്മ വീടാണ്. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തണം എന്ന് ഈശോ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് തന്നിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾ ഒരേ വീട്ടിലെ ഒരേ പേരൻസിന് മക്കളാകാം, എന്നാലും ഈശോ അവർക്ക് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കഴിവാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് മലയാളം ധ്യാനങ്ങൾ, സെമിനാറുകൾ, ഏഞ്ചൽ ക്രിസ്ത്യൻ ധ്യാനങ്ങൾ, പൊതു കൗൺസിലിംഗ്, നൈറ്റ് വിജിൽ എന്നിവ ഈ ധ്യാന മന്ദിരങ്ങളിലൂടെ നടത്തപ്പെടുന്നു. ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി പ്രേക്ഷിതരംഗം വികസിപ്പിക്കാനുള്ള തീരുമാനം മറ്റു ശുശ്രൂഷ മേഖലകളിലേക്കും MSMI സഹോദരിമാരെ നയിച്ചു. അനാഥരും നിരാലംബരുമായ കുട്ടികളെ അധിവസിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി ബാലമന്ദിരങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. 1965 മുതൽ തന്നെ കുട്ടികളെ സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും കുളത്തുവയലിൽ മാതൃഭവനത്തോട് ചേർന്ന് 1975 മേഴ്സി ഓർഫനേജ് എന്ന പേരിൽ ആദ്യത്തെ ബാലഭവൻ ആരംഭിച്ചത്. അനാഥരും ദരിദ്രരുമായ കുട്ടികളെ സംരക്ഷിക്കുന്ന 8 ബാലഭവനുകൾ കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമായി MSMIയുടെ കീഴിലുണ്ട്. കൂടാതെ മിഷൻ പ്രദേശത്ത് രൂപതയുടെ കീഴിലുള്ള മറ്റ് ബാലഭവനുകളിലും ഈ സഹോദരിമാർ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനായി കടന്നു ചെല്ലുന്നു. ആരോരും സംരക്ഷിക്കാനില്ലാതെ വീടുകളിൽ ഏകാന്തരായി കഴിയാൻ വിധിക്കപ്പെട്ട അമ്മമാരും, തൻപ്രാപ്തിയിലെത്തിയ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരും ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെയുള്ള അമ്മമാരെ സ്വന്തം അമ്മമാരായി കണ്ട് അവരെ ശുശ്രൂഷിക്കാൻ നെടുപുഴ ജോർദാനിയ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് തൃശൂരിൽ 2006 സ്ഥാപിതമായ അന്നമരിയ ഹോം അകാലത്തിൽ പൊലിഞ്ഞുപോയ തന്റെ അമ്മയുടെ പേരിൽ ഒരു വൃദ്ധ മന്ദിരം സ്ഥാപിക്കുക എന്ന വർക്കിയച്ചന്റെ ആഗ്രഹ സാക്ഷാത്കാരം കൂടിയാണ്. വിമലമേരി മിഷണറി സമൂഹത്തിന്റെ കാരുണ്യ സ്പർശനമേൽക്കുന്ന ശുശ്രൂഷ രംഗങ്ങളിൽ മറ്റൊന്നാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കായി കണ്ണൂർ ശ്രീകണ്ഠപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാൻ ജോർജിയ നിവാസ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന തിരുവചനം സ്വീകരിച്ച് ശുശ്രൂഷകൾ ഭാഷകളും ദേശങ്ങളും കടന്ന് മറ്റൊരു തലത്തിലേക്ക് മാറി തുടങ്ങിയത് 1972 ജൂൺ 12 മുതലായിരുന്നു. ഗ്രാമോദ്ധാരണ പരിപാടികളിലും രോഗീ ശുശ്രൂഷ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും തങ്ങളുടെ സേവനം ആരംഭിച്ചു. ആതുര ശുശ്രൂഷ രംഗത്ത് കാലെടുത്തു വയ്ക്കാൻ MSMI സമൂഹത്തിന് പ്രേരണയായതും സ്ഥാപകന്റെ ദർശനം തന്നെയായിരുന്നു. യേശുവിന്റെ രക്ഷാകര സ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാധ്യമങ്ങളായിട്ടാണ് ഓരോ ശുശ്രൂഷ രംഗവും കാണേണ്ടത് എന്ന വർക്കിയച്ചന്റെ സ്നേഹപൂർവമായ ഉപദേശം പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയിക്കാനുള്ള ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും തുടങ്ങാനുള്ള പ്രചോദനമായി മാറി. 1981 മെയ് 31 സ്ഥാപിതമായ പുഷ്പഗിരി മിഷൻ ഹോസ്പിറ്റൽ അങ്ങനെ ആരംഭിച്ചതാണ്. അരിവാൾ രോഗത്തിന് അനേകർക്ക് ആശ്വാസം പകരുന്ന സിസ്റ്റർ ഇന്നസെന്റ് പാരമ്പര്യ ചികിത്സാ രംഗത്തെ പ്രഗത്ഭ ശുശ്രൂഷ രംഗത്തിലൂടെ ദൈവസ്നേഹം വിളിച്ചോതിയ ഈ സഹോദരിമാരുടെ ശുശ്രൂഷ മികവ് ജർമ്മനി, ഇറ്റലി, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു. വിമലമേരി സഹോദരിമാരുടെ ആന്ധ്രാപ്രദേശിലെ കടപ്പ രൂപതയിൽ ഉരുവാരത്തുള്ള ഡാമിയൻ കുഷ്ഠരോഗി പുനരധിവാസ കേന്ദ്രത്തിൽ യേശുവിന്റെ ഒരുപാട് മുഖങ്ങൾ നമുക്ക് കണ്ടെത്താൻ. ചേരികൾ തോറും സുവിശേഷം പ്രഘോഷിക്കുന്ന നമ്മുടെ സഹോദരിമാരിൽ നിറഞ്ഞു നിൽക്കുന്നത് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമെന്ന തീഷ്ണതയുള്ള വിശ്വാസം. ആശ്വാസവും കരുണയും ചൊരിഞ്ഞു നിൽക്കുമ്പോൾ ഉള്ളിൽ നിറയുന്നത് കൃതജ്ഞതയുടെ ഒരു വാക്ക്.